നമുക്ക് കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ഗംഗാപ്രസാദ് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. കാരണം ഗംഗാപ്രസാദിന്റെ പ്രതീക്ഷകളൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി. കട്ടിലിനടി കയറി വലിയ ആളും കളിച്ച് കയറി ഒളിച്ചിരുന്ന ഈ മുറിയിലേക്ക് ദിലീപ് കിടക്കാൻ വരും. അപ്പോഴവനെ തീർക്കണം. ഒരു മരണവാർത്തയായിരിക്കണം നാളെ അറിയണ്ടേന്നൊക്കെ. പക്ഷേങ്കില് ആ പ്ലാനുകളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ദിലീപിനെ കൂട്ടിക്കൊണ്ട് കൂട്ടുകാരൻ നേരെ ഹോട്ടലിലേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ? അവിടെ ഒളിച്ചിരുന്നോണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. എന്താ കാര്യം ഇരിക്കുന്നേ? ഒടുവില് ഗംഗാപ്രസാദ് അവിടുന്ന് പുറത്തിറങ്ങുവാണ്. ഇനിയിപ്പൊ അവിടെ കയറിയിരുന്നിട്ട് ആരെ കൊല്ലാനായിട്ടാ? എന്താണെങ്കിലും ഇന്നത്തെ ദിവസം അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. അവനെ തീർക്കാനും കഴിയില്ലെന്ന് മനസ്സിലായി. അവന് ഹോട്ടൽ റൂമിൽ പോയി താമസിക്കത്തുള്ളൂ. അതിന്റെ ഒരു നിരാശ ഉണ്ടായിരുന്നു ഗംഗാപ്രസാദിന്. ഇനിയിപ്പൊ അടുത്ത പ്ലാൻ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം. നാളെ കല്യാണമാണ്. അതിനു മുമ്പ് എങ്ങനെയും എന്തേലും ചെയ്യണം. അല്ലെങ്കിൽ മണ്ഡപത്തിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് തന്റെ ഫ്രണ്ട്സിനെ വിളിക്കുവാണ്. അതേ സമയത്ത് എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. കല്യാണി കിരണമൊക്കെ. ഇനിയിപ്പം ഇന്ന് വന്നിട്ട് ഒറ്റ രാത്രി കൂടെ കഴിഞ്ഞ പിറ്റേ ദിവസം കല്യാണമാണല്ലോ. അപ്പോഴേക്കും വേലും അമലും കൂടെ അങ്ങോട്ട് വന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അതെ നിങ്ങൾക്കും വേണ്ട ഇങ്ങനെ ഒരു കല്യാണമൊക്കെ എന്ന് ചോദിക്കുകയാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം. ഇനിയിപ്പോൾ അടുത്ത നിങ്ങളുടെ കല്യാണമായിരിക്കും എന്ന് പറയണം. വേലു പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങൾക്ക് അവിടെ വെച്ച് മതി, കാട്ടു വെച്ച് മതി, മലദേവങ്ങളെ സാക്ഷിയാക്കിയിട്ട് മതി എന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് വന്ന കാദംബരി പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിഗംഭീരമായിട്ട് ഇവിടെ വെച്ച് നടത്തണമെന്ന് പറയാം. ഞങ്ങൾക്കൊക്കെ കൂടാനായിട്ട് ആഗ്രഹമില്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കാട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പോ അമ്മളുവിന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വിടുന്നു. ആ സമയം വേലു പറഞ്ഞു, എന്ത് ചെയ്യാനാ എന്റെ സാറമ്മ, ഇത് ഇത്രയും ദിവസമായി ഇവിടെ വന്നിട്ട് ഇവളുടെ മുഖം അങ്ങനെയൊന്നും തെളിഞ്ഞിട്ടൊന്നുമില്ല. ആ അച്ഛൻ മരിച്ചതിന്റെ ആ ഒരു വിഷമമാണെന്ന് കരുതി ഇത്രയും ദിവസം ഞാനിരുന്നു. ഇപ്പോൾ ഇവൾക്ക് സുഖമായിട്ടൊന്നുമില്ല. ഇവൾക്ക് മനസ്സിന് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമലുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പറയാൻ പറ്റില്ല താൻ ചതിക്കപ്പെട്ട് കഴിഞ്ഞെന്നുള്ള കാര്യം. കല്യാണി പറയുകയും ചെയ്തു, ആരോടും പറയണ്ടെന്ന്, വേലുവിനോട് പോലും പറയണ്ടെന്ന്. വേലു ഒരുപക്ഷെ അറിഞ്ഞ സഹിക്കും, കാട്ടിലുള്ളവനല്ലേ, അവന് ചിലപ്പോൾ സഹിച്ചെന്ന് വരും. പക്ഷെ എന്നാലും അത് ശരിയല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ പ്രസവിച്ചില്ല, കുഞ്ഞിനെ അബോർട്ടായി കളഞ്ഞു. അതും ഗംഗാപ്രസാദിന്റെ. അത്രയ്ക്ക് നീചപ്രവൃത്തി അവർ ചെയ്തെന്നൊക്കെ അറിഞ്ഞാൽ വേലുവിനും ഭയങ്കര വിഷമാവില്ലേ? അവന്റെ മനസ്സും വേദനിക്കില്ലോ എന്ന് കരുതിയിട്ടാണ് കല്യാണി അതൊന്നും പറയണ്ടെന്ന് പറയണേ. വേലുവാണെങ്കിലോ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവളുടെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, വേലു നടക്കേണ്ടതൊക്കെ കൃത്യസമയത്ത് തന്നെ നടക്കും, ഉറപ്പായിട്ടും നിങ്ങളുടെ കല്യാണമൊക്കെ ഞങ്ങൾ കൂടെ വന്ന് നടത്തി തരൂന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു, അത് വേണം സാറമ്മേ, പക്ഷെ അതിനു മുമ്പുണ്ടല്ലോ അവനുണ്ടല്ലോ, അവനെ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ മാമനെ കൊന്ന അവനാ. അപ്പൊ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അവനെ ഞാൻ തീർത്ത് കളയുമെന്ന് പറയണം. ഇന്നൊരു രാത്രിയും കൂടെ കഴിഞ്ഞിട്ട് നാളെ കല്യാണമല്ലേ, അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അവൻ എത്തും എന്നല്ലേ പറഞ്ഞേ. എന്റെ കൺമുന്നിലേക്ക് വരട്ടെ, പിന്നെ ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ അവനെ തീർത്തോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, വേലു ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അവൻ എന്താണല്ലോ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല, അതിനുള്ള ധൈര്യം കാര്യങ്ങളൊന്നും അവന് കാണത്തില്ല. ഇനിയിപ്പൊ അവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്തേലും പണി തന്നാലേ ഉള്ളൂ, ആ സാരമില്ല, അവിടെ നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കാണും, അതൊക്കെ നോക്കിയിട്ട് ആൾക്കാരെ അകത്തേക്ക് ഏറ്റുപെടുത്തുള്ളൂ. അവൻ എത്ര വേഷം മാറി വന്നാലും അവിടെ അവന് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പം വെയില് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, ഞാനും വേണേ പുറത്ത് കാവല് നിൽക്കാം, എന്തേലും ഒരു വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ അവനെ പിടികൂടിക്കോളാന്ന് പറയണം, അവനെ ഞാനും വെറുതെ പെടുത്തില്ല എന്ന് പറയാം. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അമലുവിന് നല്ല ദേഷ്യ, വേലുവിനേക്കാളും ദേഷ്യം അമലുവിനാ. കാരണം തന്നെ ചതിച്ച് വഞ്ചിച്ചവനാണ്. അതിനേക്കാളും ഇവര് തന്റെ അച്ഛനെ ഇല്ലാതാക്കിയത്. അവൻ ഒറ്റയൊരുത്തൻ ആ കാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ താനും വേലുവായിട്ടും തമ്മിലൊരു ജീവിതം തുടങ്ങിയനം. അതിനേക്കാൾ ഇവര് തന്റെ അച്ഛന്റെ ജീവിതം നല്ല ജീവൻ പോകത്തില്ലായിരുന്നു. അവനെ വേറെ ആരുമല്ല തീർക്കണ്ടേ, താനാ തീർക്കണ്ടേ എന്നൊരു ചിന്ത അമലുവിന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ഭാനുമതിയമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളാരും എന്താ പോയി കിടക്കണമൊന്നും ഇല്ലേ? നാളെ കല്യാണമല്ലേ, പിന്നെ കല്യാണ പെണ്ണിങ്ങനെ ഓർക്കളച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് പറയണ. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, ഇനിയിപ്പം ഇങ്ങനെ അധികം ഒന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഉറക്കളയ്ക്കാനൊന്നും പറ്റില്ലല്ലോ, ഞാൻ അവിടെ ആയിരിക്കില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭാനുമതിയമ്മ പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷെ നാളെ കല്യാണം എന്നുള്ള ചിന്ത വേണം. പെണ്ണുറങ്ങിയില്ലെങ്കിലും മുഖമൊക്കെ ആകെപ്പാടെ വീർത്ത് കെട്ടിയിരിക്കും, അതുകൊണ്ട് പോയി ഉറങ്ങാൻ നോക്കാൻ പറയണം. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു,
ഞാനും വരാം. കാദംബരി പറഞ്ഞു ഞാനും കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് കിടക്കാന്ന് പറയണം. കാരണം കല്യാണത്തലേന്നാണ്, സൂക്ഷിക്കേണ്ട ദിവസമാണ്. അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊക്കെ പോയി കിടന്നോ, ഞങ്ങൾ എന്തായാലും ഇവിടെ കാവലുണ്ടായിരിക്കും എന്ന് പറയണേ. ഇന്നത്തെ രാത്രി ഞാൻ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയണം. നീ വാടാ വേലു എന്നൊക്കെ പറയണം. വേലുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാ. കാരണം അവൻ എപ്പോഴേ നിമിഷം വേണം ചിലപ്പോൾ വരാം. അവന്റെ സ്വഭാവം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ. അങ്ങനെ അവരെല്ലാം കൂടെ പോയി കിടക്കുവാണ്. കല്യാണിയും കാർത്തിക എല്ലാരും കൂടെ പോയി കിടക്കുവാണ്. ഈ സമയത്ത് കാദംബരി ചോദിച്ചു, അല്ല കാർത്തികയ്ക്ക് പേടിയുണ്ടോന്ന് ചോദിക്കാം. പേടിയുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, ഇതിന്റെ നാലിലൊന്ന് പേടി ദിലീപേടനില്ല. പിന്നെ കാർത്തികേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ വന്ന് അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് പിന്നെ കല്യാണി, എന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷനില്ല, എനിക്ക് അവന്റെ കാര്യം ഓർത്തിട്ടാ ടെൻഷൻ എന്ന് പറയണം. ദിലീപിന്റെ കാര്യം ഓർത്തിട്ട്. കാരണം അവന് ചിലപ്പോൾ ഏതെങ്കിലും വേഷം മാറി ചെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അറിയാൻ സാധിക്കില്ലോ എന്നൊക്കെ പറയാണ്. കാർത്തിക ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട് കല്യാണിയും കാദംബരിയും ഒക്കെ ചേർന്നിട്ട്. ആ സമയത്ത് ദിലീപും കൂട്ടരും കൂടെ ഹോട്ടലിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അവര് നേരത്തെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, അവർക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ മദ്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ദിലീപ് ബിയർ അടിക്കണമെന്നൊക്കെ അവന്മാർ നിർബന്ധിച്ചു കൂട്ടുകാരന്മാരെ. പക്ഷെ ദിലീപ് എന്തോ ബിയർ അടിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ദിലീപിനോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നീ കിടന്നോളാൻ പറയാണ്. ദിലീപ് പറഞ്ഞു, ഇത്ര സമയമായില്ലേ, ഇനി കുറച്ച് സമയം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പൊ അവൻ വന്ന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ദിലീപ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അവൻ ഏത് വേഷത്തില ഏത് രൂപത്തിലാ വരുന്നതെന്നും പറയാൻ പറ്റില്ല. അവന്റെ സ്വഭാവം വെച്ച് അങ്ങനെയാണ്, കാർത്തിയെ വെച്ചുള്ള അനുഭവം വെച്ചാണെങ്കിൽ അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൂട്ടുകാരന്മാരിൽ ഒരാൾ പറഞ്ഞു, അല്ല ഈ പറയുന്ന അവന്റെ ഏതാണ്ട് കാമുകിയൊക്കെ ജയിലിലുണ്ടെന്നല്ലേ പറഞ്ഞേ, പിന്നെ അവന്റെ കുറെ ചിങ്കടികളും. അതെ, ചിങ്കടികളൊക്കെ പുറത്തുണ്ട്. അതും കൊണ്ടൊക്കെ ഒരു ടെൻഷൻ ഉണ്ട്. കാരണം അവന്മാര് ചിലപ്പോൾ ഏതെങ്കിലും വേഷത്തിൽ ഇങ്ങോട്ടേക്ക് വരാന്ന് പറയണം. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല, ആര് വന്നാലും കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, എങ്ങാനും എന്റെ മുന്നിൽ ഈ പറയുന്ന ഗംഗാപ്രസാദം വന്ന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും നോക്കത്തില്ല, ഞാൻ അവനെ തീർത്ത് കളയാൻ ശ്രമിക്കത്തുള്ളൂ. ഇത്രയും കാലമായിട്ടും ഇത്രയും വലിയൊരു കൊടും ക്രിമിനൽ അവനിങ്ങനെ വരച്ച് നടക്കുക, ആർക്കും പിടികിട്ടാതെ. അങ്ങനെയാണെങ്കിൽ കാർത്തികനെയൊക്കെ ഇല്ലാതാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഗംഗാപ്രസാദിനെ വെറുതെ വിടുവോ? ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ദിലീപ് പറഞ്ഞു. ആ സമയത്ത് അവന്മാര് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ ഇവിടെയുള്ളപ്പോൾ അവൻ ഇങ്ങോട്ടേക്കൊന്നും വരാൻ പോകുന്നില്ല, നീ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങണ ദിലീപ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ദിലീപ് അന്ന് അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പം വീട്ടിലേക്ക് പോകണ്ട, ഇന്നത്തെ രാത്രിയിൽ ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വെക്കുവാണ്. വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ മുറി പോയി കിടക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ വിചാരിച്ചു അവിടെ നിൽക്കുവാണ്. അങ്ങനെ അന്നത്തെ ഒരു രാത്രി കൂടെ കഴിയണം. അപ്പൊ പിറ്റേ ദിവസം നേരം വിളക്കുന്നതിന് മുമ്പ് തന്നെ കല്യാണിയും കാദംബരിയൊക്കെ എഴുന്നേറ്റു. അപ്പൊ ഒരുക്കണമല്ലോ, കാർത്തികനെ ഒരുക്കണം. അപ്പൊ കല്യാണ ഒരുക്കത്തിന് കുറെ സമയമൊക്കെ വേണമല്ലോ. അപ്പൊ നേരം വിളക്കുന്നതിന് മുമ്പ് തന്നെ അവരെഴുന്നേറ്റ് കാർത്തികനെ റെഡിയാക്കാനായിട്ട് തുടങ്ങി, കല്യാണിയും കാദംബരിയും എല്ലാം ചേർന്നിട്ട്. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശമൊക്കെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വന്നു. ഭാനുമതി മുത്തശ്ശി കണ്ടപ്പം അന്തം വിട്ടുപോയി. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്റെ കൊച്ചുമോളെ കാണാനെന്ന് പറയാണ്. സർവാഭരണ വിഭൂഷിതയായിട്ടാണ് കാർത്തിക നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അതേ ചെറുക്കൻ നന്നായിട്ട് ഒരുങ്ങിയല്ലേ വരുന്നതെന്ന് ചോദിച്ചു. കാദംബരി പറഞ്ഞു, അതെ, അങ്ങനെ ഒരുങ്ങി വരണ സമയത്ത് അതെ ചെക്കനേക്കാളും ഒരു പടി മുന്നേ നിൽക്കണം നമ്മളെ ചേച്ചി. അതുകൊണ്ടാ, കാരണം നന്നായിട്ട് ആഭരണമൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രസേനന്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന കിരണും കല്യാണിയും അങ്ങനെയൊക്കെ, പിന്നെ ലക്ഷ്മി അമ്മയുടെ വകയായിട്ടും ഇഷ്ടംപോലെ ആഭരണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടുകൊണ്ടാണ് കല്യാണി കാർത്തികനെ ഒരുക്കിയിരുന്നത്. കാർത്തിക ഒരുങ്ങി കല്യാണി കണ്ണാടിക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പം കാർത്തികയ്ക്ക് തന്നെ സ്വയം ഒരു മതിപ്പ് തോന്നി, കാണാനൊക്കെ ഭംഗിയുണ്ട്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, കണ്ടില്ലേ ഇപ്പൊ ഈ ഷേപ്പില് ഈ കോലത്തില് ദിലീപേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ ദിലീപേട്ടൻ ഒന്നും ഞെട്ടിപ്പോന്ന് പറയണം. ഇത്ര സുന്ദരിയായിട്ട് ഇതിനു മുമ്പ് കാർത്തികേശനെ കണ്ടിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. ഈ സമയത്ത് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പൊ പേടിക്കണ്ടെന്ന് തോന്നേ, ആ ദുഷ്ടന് ഇതിനായിട്ടും വന്നിട്ടില്ല അല്ലേന്ന് ചോദിച്ചു. ഇല്ല, അവൻ ഇങ്ങോട്ടേക്ക് വരാൻ ഇത്ര പേടി തോന്നും, അവൻ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന് പറയണം. ഇപ്പോഴും ഒരു സമാധാനമായത്, ഇനി കല്യാണം കൂടെ കഴിഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെയാണ് പിന്നെ രക്ഷപ്പെട്ടെന്നൊക്കെ പറയണം. ഇതേ സമയത്ത് ഗംഗാപ്രസാദ് അടുത്ത പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. ദിലീപിനെ ഇല്ലാതാക്കാൻ പറ്റിയില്ലോ, അപ്പൊ അതിന് പകരത്തിന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇനിയിപ്പൊ എന്തൊക്കെ പ്ലാൻ ഇട്ടെന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല.
കാർത്തികയുടെയും ദിലീപിന്റെ വിവാഹം നടക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ മിക്കവാറും മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.